ഹലോ എവരിവൺ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ മറ്റൊരു ഒഴിവുകളുടെ വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്ലിക്കേഷൻ അയക്കാനുള്ള അവസാന തീയതി ഈ മാസം 31, അതായത് 9 ദിവസങ്ങൾ കൂടെ നമുക്ക് അപേക്ഷ അയക്കാനായിട്ടുണ്ട്. പേയ്മെൻറ്റ് അടക്കാനുള്ള അവസാന തീയതി ആഗസ്റ്റ് 1. കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുന്നത് ആഗസ്റ്റ് 16 മുതൽ 17 വരെയാണ്. അപ്പോൾ നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത് ഒക്ടോബറിലാണ്. CBT മോഡിലാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ഓക്കെ, ടോൾ ഫ്രീ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രാഥമികമായിട്ട് അറിയാനുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ വേക്കൻസീസ് എണ്ണം എന്ന് പറയുന്നത് MTS 4887 ഒഴിവുകളും ഹവിൽദാർ 3439 ഒഴിവുകളുമാണ് ഉള്ളത്. ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ളത് കൃത്യമായിട്ട് പബ്ലിക് നോട്ടീസിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആണ്. 10 പാസ്സായവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ അയക്കാം. മുഴുവൻ ഡീറ്റെയിൽസ് അടങ്ങിയ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ PDF അവൈലബിൾ ആണ്. ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആഗസ്റ്റ് 1 മുതലാണ്. അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് MTSന്റെ ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ്. ഹവിൽദാർ ഏജ് ലിമിറ്റ് വരുന്നത് 18 to 27 ആണ്. ഇവിടെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC ST 5 വർഷം, OBC 3 വർഷം, PWD അൺറിസർവ്ഡ് 10 വർഷം, OBC 13 വർഷം, SC ST 15 വർഷം. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ റിസർവേഷൻ. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ SSCയുടെ ഡീറ്റെയിൽസ് പരിശോധിച്ചാണ്. നോർമലി SSCയുടെ കാര്യങ്ങൾ ആ രീതിയിലാണ്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, മെട്രിക്കുലേഷൻ പാസ്സാണ്. ഓക്കെ, 10ാം ക്ലാസ് പാസ്സാണ് ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത്. ഓക്കെ, അപ്ലൈ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്യാം. ഓൾറെഡി നിങ്ങൾ SSCയുടെ പരീക്ഷയ്ക്കായിട്ട് രജിസ്റ്റർ ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രജിസ്ട്രേഷൻ ID യും പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ അയക്കാവുന്നതാണ്. ഇതിന്റെ ഫീ എന്ന് പറയുന്നത് 100 രൂപയാണ്. 100 രൂപ മാത്രമാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. പിന്നെ PWD, SC ST, വുമൺ കാൻഡിഡേറ്റ്സ് അവർക്കൊന്നും തന്നെ അപേക്ഷ ഫീ വേണ്ടതില്ല. ഈ 2 പോസ്റ്റിലേക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷ അയക്കാവുന്നതാണ്. ഓക്കെ, അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പരീക്ഷാ സെന്ററുകളാണ്. കർണാടക, കേരള റീജിയൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയതാണ്. അതിൽ കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, ട്രിവാൻഡ്രം, എറണാകുളം ഈ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പരീക്ഷാ സെന്ററുകൾ അവൈലബിൾ ആണ്. എക്സാമിനേഷൻ മോഡ് എന്ന് പറയുന്നത് CBT ആണ്. ആ കാര്യം നിങ്ങൾ ഓർത്തു പോകുക, കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. സിലബസ് എന്ന് പറയുന്നത് 2 സെഷനായിട്ടാണ് വരുന്നത്. സെഷൻ 1 ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റി 45 മിനിറ്റാണ് സമയം വരുന്നത്. 20 ചോദ്യങ്ങൾ 60 മാർക്കിനുള്ളത്. അടുത്ത റീസണിങ് എബിലിറ്റി 20 ചോദ്യങ്ങൾ 60 മാർക്കിനുള്ളത്. സെഷൻ 2 വരുന്ന ജനറൽ അവയർനെസ് 25 ചോദ്യങ്ങൾ 75 മാർക്കിന്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ 25 ചോദ്യങ്ങൾ 75 മാർക്കിനുള്ളത്. 45 മിനിറ്റ് തന്നെയാണ്. സ്ക്രൈബിന് 1 മണിക്കൂർ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഈ ഒരു PDF കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹവിൽദാർ പോസ്റ്റിലേക്ക് ഫിസിക്കൽ എഫിഷ്യൻസി നോക്കുന്നുണ്ട്. വാക്കിംഗ് 1600 മീറ്റർ 15 മിനിറ്റ് കൊണ്ടാണ്. ഫീമെയിൽ ആകുമ്പോൾ 1 കിലോമീറ്റർ 20 മിനിറ്റ് കൊണ്ടാണ്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഹൈറ്റ്, വെയിറ്റ് ഫീമെയിലിനും മെയിലിനും അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എക്സാമിനേഷൻ ഹാളിലെ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. നമുക്ക് ഉപയോഗിക്കേണ്ട ID നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ആധാർ കാർഡ്, വോട്ടേഴ്സ് ID, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, പാസ്പോർട്ട്, യൂണിവേഴ്സിറ്റി കോളേജ് ID, എംപ്ലോയർ ID, എക്സ് സർവീസ്മാൻ ID, എനി അതർ ഫോട്ടോ ID. ഇതിലേതെങ്കിലും ഒരെണ്ണം വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപേക്ഷ അയക്കുന്ന സമയത്ത് ആധാർ വെച്ചിട്ട് അപേക്ഷ അയക്കാൻ ശ്രമിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് കൂടുതൽ സൗകര്യപ്രദമായിരിക്കും എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ അറിയാനുള്ളത്. എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഒഴിവുകളുടെ വിവരങ്ങളൊക്കെ തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇനിയും നിങ്ങൾക്ക് അപേക്ഷ അയക്കാനാകുന്ന ഒഴിവുകളുടെ വിവരങ്ങളൊക്കെ തന്നെ നമ്മൾ ഇനി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31. അതായത് ഏകദേശം 9 ദിവസങ്ങൾ കൂടെ നമുക്ക് അപേക്ഷിക്കാനുണ്ട്. 10ാം ക്ലാസ് ആണ് ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ അപേക്ഷ അയക്കുക. വലിയൊരു അവസരമാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ അപേക്ഷിക്കാം. MDS എന്ന് പറയുമ്പോൾ മൾട്ടി ടാസ്കിങ് നോൺ ടെക്നിക്കലാണ്. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് എല്ലാവർക്കും തന്നെ അപേക്ഷ അയക്കാം.
അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്. സ്റ്റേ സേഫ്.